കൂടുതൽ വോട്ട് നേടിയ ആൾ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ആൾക്കാർ ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വേണമെങ്കിൽ പേഴ്സണൽ അവര് പറഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണലി ആയിട്ട് പോയിട്ട് കാണാം. പക്ഷേ അവര് ഓക്കെയാണ്. അങ്ങനെ എനിക്കറിയില്ല. ഞാൻ അത് ദിനോ ഞാൻ അടിക്കേ അത് ആദ്യമായിട്ട് കിട്ടിയ ഒരാളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ട് എന്താ ചർച്ച നടന്നു. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശ്വേതാ മേനോനാണ് സംസാരിച്ചത്. സംഘടനയിൽ നിന്ന് വിട്ടുപോയി മറ്റ് സംഘടന രൂപീകരിച്ച ഇവർക്ക് മടങ്ങി വരാം, അവർ തയ്യാറാണെങ്കിൽ അവരുമായി നേരിട്ട് ചർച്ചയ്ക്ക് താൻ തയ്യാറാണ് എന്നടക്കമാണ് മറ്റ് കാര്യങ്ങൾ കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് 2 വനിതകൾ എത്തിയിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനാണ്. ദേവനെ പരാജയപ്പെടുത്തിയ 132 വോട്ട് നേടിയ ദേവനെ 159 വോട്ടുകൾ നേടിയാണ് ശ്വേതാ മേനോൻ പരാജയപ്പെടുത്തിയത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച രവീന്ദ്രൻ 115 വോട്ടുകൾ നേടിയപ്പോൾ 172 വോട്ടുകൾ നേടിയാണ് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രൻ 108 വോട്ട് നേടിയപ്പോൾ ഉണ്ണി ശിവപാൽ 167 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച സ്ഥാനാർത്ഥി ജയൻ ചേർത്തലയാണ്. 267 വോട്ടുകൾ. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് 200 വോട്ട് മറികടന്ന സ്ഥാനാർത്ഥി കൂടിയാണ് ജയൻ ചേർത്തല. 267 വോട്ടുകൾ നേടിയാണ് ജയൻ ചേർത്തല വിജയിച്ചത്. ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വിജയിച്ചത്. ലക്ഷ്മിപ്രിയ 139 വോട്ടുകളാണ്. എതിരാളികളായി മത്സരിച്ച നാസർ ലത്തീഫിന് 96 വോട്ടാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ 5 വനിതാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വനിതാ സംവരണ സീറ്റുകളിലേക്ക് വിജയിച്ചത് അഞ്ജലി നായരാണ്. ആശ അരവിന്ദ്, നീന കുറുപ്പ്, അതോടൊപ്പം തന്നെ സരയു മോഹൻ എന്നിവരാണ് വിജയിച്ചത്. മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിലേക്ക് ജോയി മാത്യു, കൈലാഷ്, നന്ദു പൊതുവാൾ, റോണി ഡേവിഡ് രാജ്, സന്തോഷ് കീഴാറ്റൂർ. നമ്മൾക്ക് അവരെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവര് വേണം. ആൻഡ് അവര് നമ്മളെ പേട്രനൈസ്, നമ്മൾ എല്ലാവരും അവരെ പേട്രൻസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ദെയർ ബ്ലെസ്സിങ്സ്. നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാവരും ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ഞാൻ എടുക്കാൻ. ഐ എം സോ ഹാപ്പി. ഇല്ല, അത് ദാറ്റ് ഈസ് ഡിഫറെന്റ്. അത് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോളുടെ ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാനൊരു റിയൽ ലൈഫിലും അമ്മയാണ്. ആ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ വോണ്ടഡ് ടു ഡു, ദാറ്റ്സ് ദി ഓൺലി തിങ്. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ 506 മക്കൾ കൂടിയില്ലേ. ഫാമിലി പ്ലാനിങ് ഒന്നും ഇല്ല എനിക്ക്. ഞങ്ങളൊരു മധുരം കൊടുത്തോണ്ട് ഞങ്ങളുടെ പ്രസിഡന്റിനെ ചോദിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായി ചെയ്യാമെന്നുള്ളത് ഇവിടെ നിൽക്കട്ടെ. പ്ലാൻ ഉണ്ടാവുമല്ലോ, ഏതൊക്കെ തരത്തിലുള്ള സോൾട്ടാണ് ചെയ്യാൻ. അതൊന്ന് ലെറ്റ് മീ ഡു വൺ മീറ്റിംഗ്. അത് ഇറ്റ്സ് ഈസി ടു എന്താ പറയുക, ഇപ്പോൾ വിത്തൗട്ട് മീറ്റിംഗ് ചെയ്യാതെ നമ്മളൊരു പ്ലാൻ പറയാന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്വന്തമായ ഒരു പ്ലാൻ ആവും. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ കൂട്ടായ്മേൻ്റെ ഒരു ഇത് എടുത്തിട്ട് എൻ്റെതായ ഒരു ഇതൊരു ചാരിറ്റി, ഒരു അസോസിയേഷൻ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കെല്ലാം എൻ്റെ ടീമോട് സംസാരിച്ചിട്ട് നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. യെസ് യെസ്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മയുടെ തലപ്പത്തേക്ക് 2 വനിതകൾ എത്തിയിരിക്കുന്നു. ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരനും. മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വിജയിച്ചവർ ഇവരാണ്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ വിജയിച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരാണ്, ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനാണ്. അതോടൊപ്പം തന്നെ വനിതാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വിജയിച്ചിരിക്കുന്ന അഞ്ജലി നായർ, ആശ അരവിന്ദ്, നീന കുറുപ്പ്, സരയു മോഹൻ. മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജോയി മാത്യു, കൈലാഷ്, നന്ദു പൊതുവാൾ, റോണി ഡേവിഡ് രാജ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം,
എന്നിവരും വിനു മോഹൻ, സിജോയ് വർഗീസ് എന്നിവരും വിജയിച്ചിരിക്കുന്നു. എന്തായാലും 31 വർഷം നീളുന്ന 3 പതിറ്റാണ്ട് നീളുന്ന മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിൻ്റെ തലപ്പത്തേക്ക് 2 മലയാളി നടികൾ എത്തിയിരിക്കുന്നു. ഈ സംഘടനയുടെ ദീർഘകാല ചരിത്രത്തിൽ എവിടെയും പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ വനിതകൾ എത്തിയിട്ടില്ല. ആ ചരിത്രമാണ് ഇപ്പോൾ തിരുത്തിക്കുറിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും TG സജിത്ത് കൂടി ചേരുന്നു. സജിത്ത്, ഈ സംഘടനയ്ക്ക് നേരെ എല്ലാ കാലത്തും ഉയർന്നിരുന്ന വലിയ ആരോപണങ്ങളിൽ ഒന്ന് ഇത് വനിതകളെ പരിഗണിക്കുന്നില്ല, ഇത് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംഘടനയാണ്, പ്രധാനപ്പെട്ട നടിമാരടക്കം തുറന്നു പറഞ്ഞുകൊണ്ട് സംഘടനയ്ക്ക് പുറത്തു പോകുന്ന അവസ്ഥയടക്കമുണ്ടായി. ഇപ്പോൾ ഈ സംഘടന ഇത്ര കാലം ഉണ്ടായിരുന്ന ഇതെല്ലാം തിരുത്തിക്കൊണ്ട്, സംഘടനയ്ക്ക് നേരെ ഉണ്ടായിരുന്ന ആക്ഷേപം തിരുത്തിക്കൊണ്ട് പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ് എന്ന് പറയാമോ? തീർച്ചയായും കിരൺ, അത് വളരെ ശ്രദ്ധേയമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം 31 വർഷത്തെ ചരിത്രത്തിൽ ഇത്ര നേതൃനിരയിലേക്ക് ഇത്ര അധികം വനിതകൾ വരുന്നു എന്നത് പ്രത്യേകതയാണ്. അതിനുമപ്പുറം സംഘടനയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പോലെയുള്ള തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ മത്സരത്തിലൂടെ 2 വനിതകൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അമ്മ എന്ന സംഘടനയുടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ്. അതിലെ അംഗങ്ങളാണ് ആരാണ് തങ്ങളെ നയിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിനുമപ്പുറം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും സിനിമാ ആരാധകർക്കുമൊക്കെ അമ്മയെ നയിക്കാൻ എത്തുന്നത് ആര് എന്ന ചോദ്യമുണ്ടായിരുന്നു. എല്ലാവരും ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്നത് ഒരു വനിത തന്നെ നയിക്കട്ടെ എന്നതാണ്. കാരണം അമ്മ എന്ന സംഘടന സമീപകാലത്തുപെട്ട വിവാദങ്ങളിലൊക്കെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഈ സംഘടനയുടെ ഭാഗമല്ലാതെ പുറത്തു നിൽക്കുന്നുണ്ട്. അവരൊക്കെ ആഗ്രഹിച്ചത് തന്നെ ഒരു വനിത നയിക്കാൻ വരട്ടെ എന്നതാണ്. അത്തരം ഒരു ആലോചനയും തീരുമാനവും തന്നെ അംഗങ്ങൾ കൈക്കൊണ്ടു എന്നത് അവർക്കിടയിലെ ഒരു ജനാധിപത്യം കൂടി ബോധ്യപ്പെടുന്നുണ്ട്. എന്തായാലും നല്ലൊരു മത്സരം നടന്നു എന്നത് വ്യക്തമാണ്. കാരണം ദേവനും 135ഓളം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വലിയൊരു മത്സരമാണ് നടന്നത്. അങ്ങനെയാണ് ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെ തന്നെ ശ്വേതാ മേനോൻ്റെ വിജയിയായി വന്നതുകൊണ്ട് തന്നെ ആ മത്സരത്തിന്, ആ തെരഞ്ഞെടുപ്പിന് പുതിയൊരു ഗൗരവം കൈവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ച് ഏറെ ചരിത്രപരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. കാരണം അത് കഴിഞ്ഞുപോയ സമീപകാല വിവാദ വിഷയങ്ങളിലെല്ലാം ഇനി നയിക്കാൻ പോകുന്നത് ഈ വനിതകളാണ്. ആ സംഘടനയ്ക്കകത്ത് വരുത്തേണ്ട ജനാധിപത്യപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നേതൃനിരയിൽ നിന്നും അഭിപ്രായം പറയേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഉയരുന്ന ആക്ഷേപങ്ങളിൽ എങ്ങനെ തരത്തിലുള്ള നിലപാടുകൾ എടുക്കണം, ഇങ്ങനെ വിഷയങ്ങളിലൊക്കെ ശ്വേതാ മേനോനും അവരുടെ ടീമും എങ്ങനെ നയിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സ്വാഭാവികമായും ഇനിയുള്ള ദിനങ്ങളിലും അമ്മ എന്ന സംഘടനയുടെ നീക്കങ്ങളൊക്കെ വാർത്തകൾ തന്നെ നിറയുമെന്ന് ഉറപ്പാണ്. കാരണം അതിനെ നയിക്കുന്നത് സവിശേഷമാണ്. ഒരുപക്ഷേ കേരളത്തിലെ അമ്മ എന്ന താരസംഘടന ഇന്ത്യയിലെ മറ്റ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് മാതൃകയാണ്. കാരണം കേരളത്തിലാണ് ഇത്തരം ആദ്യ തരത്തിൽ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ഇതിന് മാതൃകയെന്നോണം മറ്റു സംസ്ഥാനങ്ങളിൽ സമാന കൂട്ടായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കാലങ്ങളിൽ വിവാദങ്ങളിൽ പെട്ടുപോയി. പക്ഷേ ഇതാദ്യമായി കേരളത്തിൽ പൂർണ്ണമായും ആ സംഘടനയെ നയിക്കാൻ ഒരു വനിതാ നേതൃത്വം വരുമ്പോൾ ഇത്തരം മാതൃകൾ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഒപ്പം ശ്വേതാ മേനോനെയൊക്കെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ വിവാദ വിഷയങ്ങൾ, ഉയർന്ന വിവാദ നീക്കങ്ങളിലൊക്കെ എന്ത് തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്.